ഓട്ടോറിക്ഷയുടെ ഇന്ധന ടാങ്ക് കണ്ടവരെല്ലാം ഒന്ന് ഞെട്ടി. ടാങ്കിന് പകരം പ്ലാസ്റ്റിക് ക്യാനിൽ പെട്രോൾ നിറച്ച് അതിൽ പൈപ്പിട്ട നിലയിലാണ് ടാങ്ക്. ചാല BMHന് മുന്നിൽ അനധികൃതമായി സർവീസ് നടത്താൻ എത്തിയ ഓട്ടോറിക്ഷ മറ്റ് ഡ്രൈവർമാർ തടഞ്ഞപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന ഇന്ധന ടാങ്ക് ശ്രദ്ധയിൽപ്പെട്ടത്. വലിയ അപകടമാണ് ഇതുണ്ടാക്കുകയെന്ന് ഡ്രൈവർമാർ. പ്ലാസ്റ്റിക്കിൻ്റെ ക്യാന് വെച്ചിട്ട് ബാഗിൽ ഡിക്കിയിൽ വെച്ചിട്ടാണ് ഇപ്പം ഡീസൽ അടിക്കുന്നത്. ഡീസലോ പെട്രോളൊന്നും അറിയില്ല. അല്ലാണ്ട് അതിന് പെർമനൻറ്റ് ടാങ്കൊന്നുമില്ല. ടാങ്ക് കത്തിപ്പോവല്ലോ. പുറത്തല്ലുള്ള ടാങ്ക്, ഡീസൽ ടാങ്ക് പുറത്തായാൽ ഏത് സമയത്തും പാസഞ്ചർ ഇരിക്കുന്ന സൈഡിലാവുള്ളേ, ബാക്കിൽ തലൻ്റെ എടുക്കുക. ആടുന്ന് എന്തെങ്കിലും തീ പാറിയ പോയില്ലേ അത് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ എടുക്കുക. തീരെ നമ്മൾ സുഖമില്ലാത്ത വ്യക്തികളെ കൊണ്ടാക്കലും പോക്കുമ്പോൾ നമ്മളെ പണിയാണ്. അപ്പോൾ അതേപോലത്തെ രോഗികളെ കൂട്ടാൻ പോകുന്ന ഭയങ്കര ഡേഞ്ചറല്ലേ, ഇറങ്ങി ഓടാനൊന്നും പറ്റൂല എന്ന് പറ്റിയാൽ. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ നമ്മൾ എടുത്തിട്ട് പോകുന്നു രോഗികളാണ്. ഓട്ടോറിക്ഷയിൽ അപകടകരമായ നിലയിൽ ഇന്ധന ടാങ്ക് കണ്ടതോടെ ഓട്ടോ പോലീസ് പൊക്കി. ചാലയിൽ വർഷങ്ങളായി 23 ഓട്ടോറിക്ഷകളാണ് പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്നത്. അവിടേക്ക് മറ്റ് സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷ വരുന്നതിനെ ഇവർ എതിർക്കുകയാണ്. പോലീസ് അടക്കം ഇടപെട്ടിട്ടും അനധികൃത സർവീസിന് ഓട്ടോറിക്ഷകൾ എത്തുന്നതായി ഡ്രൈവർമാർ പറഞ്ഞു. ഈ വ്യക്തിയൊക്കെ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് ഒരു 4-5 പ്രാവശ്യമായിട്ട് വാണിംഗ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കാരണം ഇതിൻ്റെ പരിധിയിൽ ചുറ്റളവിൽ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പുതിയ വണ്ടി എടുക്കത്തില്ല. എവിടെ സ്റ്റാൻഡില്ലാത്ത ഡ്രൈവർമാരെ മാത്രമേ ഇവിടെ പരിഗണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവരടക്കം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ? പോലീസ് സ്റ്റേഷനിൽ. ഇന്നുകൊണ്ട് 4-5 പ്രാവശ്യം SIക്കല്ല അറിയാം ഇവൻ്റെ പേരിൽ. അനധികൃത സർവീസ് പറ്റില്ലെന്ന് പറഞ്ഞതിന് തന്നെ അടിച്ചു പരിക്കേൽപ്പിച്ചതായി ഓട്ടോ ഡ്രൈവറായ K ഹാഷിമും പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ മുതലാണ് ഷമ്മി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വണ്ടി നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ടുവച്ച്. എൻ്റെ വണ്ടി ഞാൻ മുമ്പിൽ എടുത്ത് വെക്കുമ്പോൾ എന്നെ ഇറങ്ങി എന്നിട്ടാണ് വണ്ടി കയറി. എൻ്റെ വണ്ടീൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് ഓട്ടോ ടാക്സി എൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ കണ്ണുമുറി അടിച്ച് ടാപ്പ് പരിക്കാന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നൊക്കെ മരുന്നൊക്കെ പറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. മരുന്നും ഗുളിയൊക്കെ തന്നിട്ടുണ്ട്. എടക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ചാലയിൽ കൃത്യമായി രേഖപ്പെടുത്തിയ ഓട്ടോ സ്റ്റാൻഡില്ല. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ആശ്രയം ഈ ഓട്ടോറിക്ഷകളാണ്. കൃത്യമായി ഓട്ടോ പാർക്കിങ്ങിന് സംവിധാനം ഒരുക്കി സംഘർഷം ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.